തലമുറകളുടെ സംഗീതം എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ദീർഘനാളുകളായി ജനഹൃദയങ്ങളിൽ ചിരപ്രതിഷ്ഠ നേടിയ അനേക ഗാനങ്ങൾ ഈ കാലങ്ങളിൽ അന്യം നിന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും അതിൻ്റെ വരികൾ നമ്മൾക്ക് മനസ്സിലാകാതെയും അതുപോലെ തന്നെ അതിൻ്റെ അർത്ഥം മനസ്സിലാകാതെയും പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഈ പ്രോഗ്രാമിലൂടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് മലയാളത്തിലും ഇംഗ്ലീഷിലും വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ട, ഈ കാലങ്ങളിൽ പലപ്പോഴും പാടുവാൻ നമുക്ക് സാധിക്കാതെ പോകുന്ന ചില ഗാനങ്ങൾ എങ്ങനെ എഴുതപ്പെട്ടു, എന്തുകൊണ്ട് എഴുതപ്പെട്ടു എന്ന് ഒരു പശ്ചാത്തലം പറഞ്ഞുകൊണ്ട് ആ ഗാനങ്ങളുടെ ചില ശകലങ്ങൾ മാത്രം ആലപിക്കുവാനാണ് ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നത്. In Ephesians chapter 5 verse 19, God's word actually says that when we sing psalms, hymns and songs, we are speaking to one another the truth of God's word and the unchanging truth that we find especially through the revealed word of God. A lot of times we only think of preaching as speaking the truth of God. But when we sing, we are doing exactly that. And through the gift of music that God has given to the church and the songs, every time we do, we are communicating the timeless truths of an eternal God that we worship. For the past 20 centuries, Christians have been singing these songs. Every generation has a song that it passes on to the next. There are some songs that does not end with that generation. They get passed on because they communicate truths that are valid and relevant to every generation that goes on. So many times, many of the songs that we sing, we are joining the song that has been sung for centuries. As songs that continue to go on, and all the way until eternity, many of these songs will go on. The song of the saints, ones that have comforted, strengthened, and provided great assurance of faith in moments of great trouble. And when we find out the background behind these songs, they add actually much more meaning to our singing. It makes us think about the circumstances under which these songs were composed. And many of these songs stood the test of time because they were not composed to make a tract or to sell some music. They were composed under the inspiration of the Holy Spirit, just as God's word was written under the inspiration of the Holy Spirit. So these songs that we sing tonight are songs that have stood the test of time. But I pray that as we share the stories behind them, the next time you sing these songs, it will add much more meaning to when you sing them, because they are profound truths that are applicable to our lives and circumstances as well. So when we sing these songs, we invite you to sing along with us. It's a very familiar song. The lyrics will be upon the screen, and we invite you to sing and worship with us tonight. ഒന്നാമതായി നാം പാടുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഗാനം മലയാളത്തിൽ ഏകദേശം 220 വർഷങ്ങൾക്ക് മുൻപ് മോശവത്സലം ശാസ്ത്രിയാർ എന്ന് പറയുന്ന കർത്താവിൻ്റെ ദാസനാൽ എഴുതപ്പെട്ട ഗാനമാണ്. താൻ കേരളത്തിലുടനീളം കർത്താവിൻ്റെ വേലയിൽ വിരചനായി ജീവിച്ച ഒരു വ്യക്തിയാണ്. താൻ കർത്താവിൻ്റെ വേലയിലായിരുന്ന കാലത്ത് തൻ്റെ ഇളയ മകൻ പാമ്പുകടിയേറ്റ് മരിച്ചു. വലിയ പ്രയാസങ്ങളിലൂടെ താൻ കടന്നുപോയി. ഭക്ഷണത്തിന് പോലും തനിക്ക് സാവകാശങ്ങളില്ലാത്ത ഒരു അനുഭവത്തിൽ താനായി. അങ്ങനെ ഒത്തിരി എതിർപ്പുകളുടെയും പ്രയാസങ്ങളുടെയും മധ്യത്തിൽ താൻ തന്നെ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, അവിടുന്ന് ഒരു സ്നേഹിക്കുന്ന ദൈവമാണെങ്കിൽ, അവിടുന്ന് കരുതുന്ന ഒരു ദൈവമാണെങ്കിൽ, എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കഷ്ടങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ വരുന്നത്? എന്തിനാണ് ഈ കഷ്ടങ്ങൾ അവിടുന്ന് അനുവദിച്ചത്? ചോദ്യങ്ങൾ കൂടി, ചിന്തകൾ കാടുകയറി, അതിരുവിട്ടു. തൻ്റെ ജീവിതത്തിൽ തനിക്ക് തന്നെ വിഷമമായി. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചോദിച്ചതെന്ന്. അങ്ങനെ ചോദിച്ചതായിട്ടുള്ള സമയത്ത് തൻ്റെ മനസ്സിൽ ഒരു ചിന്ത വന്നു. നേരുനിരപ്പാം വഴിയോ നീണ്ട നടയോ കുറുതോ പാരം കരഞ്ഞോടുന്നതോ പാരിതിലും ഭാഗ്യങ്ങളോ ഏതു ഗുണമെന്നറിവാൻ ഇല്ല ജ്ഞാനം എന്നിൽ നാഥ, നീ തിരുനാമം നിമിത്തം നീതിമാർഗത്തിൽ തിരിച്ചു. നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ ചിരപരിചിതമായ നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ
എൻ്റെ ഹിതം പോലെയല്ല, എൻ പിതാവേ, എൻ യഹോവേ. I do not have the ability to know what is good. Lord, lead me according to your will and not mine. Father, whatever that happens in my life, darkness, fears, or those blissful situations in my life, whatever you allow or whatever you command is my blessing. Ninde hidam pole enne. ഗീതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. എൻ്റെ ഗീതം പോലെയല്ലേ എൻ പിതാവേ, എന്നെ യഹോവേ. എൻ്റെ ഗീതം പോലെ എന്നെ നിത്യം അന്ധകാരം ഭീതികളോ അപ്പനെ പ്രകാശങ്ങളോ എന്തു നീ കൽപ്പിച്ചിടുന്നോ എല്ലാമേ നീക്കാശീർവാദം. നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. Martin Luther was a priest in the Catholic Church. He was also a professor at Wittenberg University. He was an impeccable monk who tried to live his life according to God's word. But he was constantly wretched in his life by feelings of guilt and inadequacy to somehow please a holy God. And it did not make any sense to him that somehow paying money to the church will earn his way into heaven. And so all the things that the church was teaching at that time was constantly troubling his spirit. In fact, in the monastery, sometimes he would find himself awake entire night, wondering if he died that night, he would go to hell or heaven, because he was not sure of his salvation or standing with the Lord. Then he started teaching on the book of Romans, and one verse jumped out at him like anything else. Romans chapter 1, verse 17. The just shall live by faith. And suddenly he started asking the questions. If the just shall live by faith and not by works, how can my works ever earn me any entrance into heaven? So he started studying God's word in much depth. He came up with 95 theses or 95 questions for the church that he posted at the outside of the church at Wittenberg. He was not trying to engage in a debate in any way to challenge the church, but he wanted to start a debate within the church. But the church, rather than engaging in the debate, excommunicated him. And in 1521, at the Diet of Worms, he was called into trial. And he was asked to recant all the questions that he had against the church and all the things that he had started to teach. But he famously said at that time, "Here I stand, I can do no other." The next few years would bring about so much suffering, imprisonment, death threats, and so many people working against him. Even the princes of Germany started taking sides. Some would take the church of the side of the church. Others would stand with Martin Luther. In fact, the protest of this princes against the church is why we're all called Protestants. And that happened in 1529 at the Diet of Speyer, when other princes in Germany joined with Martin Luther and started asking the same questions and challenging the established ideas of the Catholic Church at that time. Here was a man who faced so many difficulties for his faith. But in the midst of that Diet of Speyer in 1529, he penned this famous hymn, "A Mighty Fortress is Our God." It's based on Psalm 46. God is our refuge and strength, a very present help in times of trouble.
But in this song, he communicates the fact that in the midst of any trouble that we have, there is a fortress that is greater than that. And even when we face our most formidable enemy, which is Satan himself, we have a greater one who stands by our side, our older brother, the Lord Jesus Christ. And he says in this hymn, he must win the battle. It is not that he will win the battle, he must win the battle, because he is greater than any problems that we face. So let's sing unto this Lord, who is the mighty fortress of all of our lives. Mighty fortress is our God, a bulwark never failing. Our helper, he amid the flood, immortal is prevailing. For still our ancient foe don't see to work us woe. His craft and power are great, and armed with cruel hate. On earth is not his equal. Did we in our own strength confine, our striving would be losing. We're not the right men on our side, the men of God's own choosing. Don't ask who it may be, Christ Jesus it is he. Lord Sabaoth his name, from age to age the same. And he must win the battle. 1800 അവസാന കാലങ്ങളിൽ കേരളക്കരയിൽ ജീവിച്ചിരുന്ന കർത്താവിൻ്റെ ഒരു സുവിശേഷകൻ്റെ പേരാണ് PV തൊമ്മി. നാം ദീർഘനാളുകളായി പാടുന്ന അനേക ഗാനങ്ങൾ താൻ എഴുതിയതാണ്. PV തൊമ്മി തൻ്റെ പ്രവർത്തന ഫലമായി അനേകർ കർത്താവിലേക്ക് വരുവാനായിട്ട് ഇടയായി തീർന്നു. അനേകരുടെ ജീവിതത്തെ തൻ്റെ ജീവിതം സ്പർശിക്കുവാൻ ഇടയായി തീർന്നു. എന്നാൽ തൻ്റെ ജീവിതത്തിൽ സാമ്പത്തികമായ ഞെരുക്കങ്ങളിലൂടെ താൻ കടന്നുപോയപ്പോൾ, കഷ്ടതകളിലൂടെ താൻ കടന്നുപോയപ്പോൾ, താൻ ആരെ വളർത്തിക്കൊണ്ടുവന്നുവോ, ആർക്ക് സഹായം ചെയ്തുവോ, ആരെ ദൈവവചനം പഠിപ്പിച്ചുവോ, ആർക്ക് താൻ ഒരു ഉദവി കൊടുത്തുവോ, അവർ തന്നെ വിട്ടുപോയ ഒരനുഭവം തൻ്റെ ജീവിതത്തിലുണ്ടായി. ഏകനായി താൻ മാറിയ ഒരു സമയം, എങ്ങനെ മുൻപോട്ട് പോകണം എന്നറിയാതെ താൻ മാനസികമായി തകർന്ന ഒരു നിമിഷം. ആ നിമിഷത്തിൽ ഹൃദയത്തിൽ ഒത്തിരി ഭാരം കടന്നു വന്നപ്പോൾ, എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ചപ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൻ്റെ 67-ാമത്തെ വാക്യം തൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മൊഴികൾ കേട്ട അനേക വ്യക്തികൾ അപ്പം കഴിക്കുവാനും ഭക്ഷണത്തിനോടുള്ള ക്രമീകരണത്തിനുമൊക്കെ വന്നവർ കർത്താവ് എങ്ങനെ തന്നെ അനുധാവനം ചെയ്യുന്നതിനെ പറ്റി സംസാരിച്ചപ്പോൾ, തന്നെ വിട്ടുപോയപ്പോൾ, താൻ തൻ്റെ ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾക്കും പോകണമോ? നിങ്ങൾക്കും പോകാം. അപ്പോൾ അവർ ഒരു മറുപടി പറഞ്ഞു, നിന്നെ വിട്ടിട്ട് അടിയങ്ങൾ എങ്ങു പോയി വസിക്കും? നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരനേ, നിന്നെ വിട്ടിട്ട് അടിയങ്ങൾ എങ്ങു പോയി വസിക്കും? നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീ അല്ലാതെ ഇല്ല ഭൂവിൽ ആഗ്രഹിക്കാൻ ആരുമേ. ലോകത്തിൽ ഞങ്ങൾക്കുള്ളതെല്ലാം നഷ്ടമാകിലും ലോകക്കാർ നിത്യം ദുഷിച്ചിടിലും പൊന്നേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. ജീസസ്, യു alone are my greatest divine treasure. There is no one else more desirable than you. Even if we lose everything in this world, if the people of this world ridicule us daily, words of eternal life are with you. Where will we ever go leaving you? നിത്യ ജീവമൊഴികൾ
നിന്നിലുണ്ട് പരനെ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നീയല്ലാതെല്ലാ ഭൂമിയിൽ ആഗ്രഹിപ്പാനാരുമേ, നീയല്ലാതെല്ലാ ഭൂമിയിൽ ആഗ്രഹിപ്പാനാരുമേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. ലോകത്തിൽ ഞങ്ങൾക്കുള്ളതെല്ലാം നഷ്ടമാകിലും ലോകക്കാർ നിത്യം ദുഷിച്ചിടും പൊന്നേശുവേ. ലോകക്കാർ നിത്യം ദുഷിച്ചിടും പൊന്നേശുവേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നിത്യജീവമൊഴികൾ നിന്നിലുണ്ടു പരനെ, നിന്നെ വിട്ടിട്ടാടി ഞങ്ങളെങ്ങു പോയി വസിക്കും. നിന്നെ വിട്ടിട്ടാടി ഞങ്ങളെങ്ങു പോയി വസിക്കും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. Thomas Chisholm was born in Kentucky in 1866. He was a very gifted young man. By the time he was 16 years old, he actually became a school teacher. By the time he was 21 years old, he was the editor of his local newspaper. As a gifted young man, but his greatest accomplishment came after he came to the Lord at the age of 27. He committed himself to full-time ministry as a Methodist minister and wanted to do the work of the Lord. But he faced a lot of difficulties in his life, financial difficulties. He faced a lot of difficulties with his health. So much so that by the time 1909 came and he was only 43 years old, he had to withdraw himself from ministering in a church because of poor health and financial problems in his own life. Oftentimes he thought, Lord, why did you call me to ministry only to have me quit halfway because of poor health in my life? And facing a lot of uncertainties financially as well, he had to become an insurance agent to make ends meet. But in the midst of all these setbacks, his faith in the living God never wavered. He knew that God had a plan, even in the midst of not having a successful ministry on earth. Little did he know that his greatest work for the church of the Lord would be done in the midst of his failures. While in the midst of difficulties, one time when meditating on Lamentations chapter 3, he was reminded of the faithfulness of God, the mercies that are new every morning. Great is thy faithfulness, O God my Father. There is no shadow of turning with thee. Even in the midst of setbacks, failures, difficulties financially, by health, there is still a God who is faithful and can be trusted. Much more than what he could have done through ministering in a church, he has done by composing this song that has become a staple in all of our worship. In fact, anytime we ask someone to sing a song thinking about God's faithfulness, this is a song that we sing. So God can use even our so-called failures for the glory of his name. He can use maybe the things that did not happen in your life the way that you envisioned it to be, even for the glory of his name. But the key there is to keep trusting him. Keep believing that he has a plan for your life. And out of his pain comes this great hymn of the faith. Great is thy faithfulness. Great is thy faithfulness, O God, my Father. There is no shadow of turning with thee. Thou changest not thy compassions, they fail not. As thou hast been, thou forever will be. Great is thy
faithfulness. Great is thy faithfulness. Morning by morning, new mercies I see. All I have needed, thy hand hath provided. Great is thy faithfulness, Lord, unto me. Pardon for sin and a peace that endureth. Thine, oh dear presence to cheer and to guide. Strength for today and bright hope for tomorrow. Blessings all mine with 10,000 beside. നമ്മളിൽ ചിലരുടെയെങ്കിലും ജീവിത കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ഒരു കർത്താവിൻ്റെ ദാസനാണ് എമ്മി ചെറിയാൻ എന്ന് പറയുന്ന ദൈവദാസൻ. മധുര കേന്ദ്രമാക്കി കർത്താവിൻ്റെ വേലയിൽ വളരെ ശക്തമായി ഉപയോഗിക്കപ്പെട്ട് അന്നും ഇന്നും ലോകമുള്ളിടത്തോളം കാലം, മലയാളി ഉള്ളിടത്തോളം കാലം പാടുവാൻ പോകുന്ന അനേക ഗാനങ്ങൾ തന്നാൽ വിരചിതമാണ്. തൻ്റെ ജീവിതത്തിൽ മധുരയിലായിരുന്നപ്പോൾ അനേകർ തന്നെ വിട്ടുപോയി. അനേകരുടെ പഴികളും ദുഷികളും നിന്ദകളും പരിഹാസങ്ങളും തൻ്റെ ജീവിതത്തിൽ താൻ നേരിടേണ്ടി വന്നു. അപ്പോൾ താൻ ഹതാശനായി. തൻ്റെ ജീവിതത്തിൽ ഇനിയും മുൻപോട്ട് പോകണ്ട എന്നുള്ള ഒരു ചിന്തയിലേക്ക് താൻ കടന്നു വന്നു. അമേരിക്കൻ മിഷണറി ആയിരുന്ന എൽ ഗോൾഡ് എന്ന് പറയുന്ന ദേവദാസിൻ്റെ അടുക്കൽ കടന്നു ചെന്ന് അനേക കാര്യങ്ങൾ ഈ മനുഷ്യരൊക്കെ തന്നോട് ചെയ്തതൊക്കെ വിവരിച്ചു പറഞ്ഞു. അവരെൻ്റെ ജീവിതത്തിൽ എന്നെ ക്ഷീണിപ്പിച്ചു, എന്നെ ചതിച്ചു, വഞ്ചിച്ചു, ദൈവത്തിൻ്റെ സാന്നിധ്യം പോലും അനുഭവിക്കാത്ത ജീവിതാനുഭവത്തിലൂടെ ഞാൻ കടന്നു പോകുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കേട്ടിരുന്നതിന് ശേഷം ഈ കർത്താവിൻ്റെ ദാസൻ എൽ ഗോൾഡ് ഒരു ചോദ്യം ചോദിച്ചു. ചെറിയൻ, ഈസ് യുവർ ഗോഡ് ഡെഡ്? ചെറിയനെ, നിന്റെ ദൈവം മരിച്ചുപോയോ? അത് തന്നെ തൻ്റെ ചിന്തകളിലേക്ക്, ദൈവിക ചിന്തകളിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. താൻ ഇങ്ങനെ എഴുതി: ഉലക മഹാന്മാരഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ, എന്നാൽ നമ്മുടെ ഉന്നതൻ യേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരെ, നമ്മൾ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. All the elite people of this world are dead are in the tomb, but our Lord Jesus Christ is reigning in the heavens. So let's sing the song of victory, because our Lord Jesus is alive and he is on the throne. Padam Geetam Geetam Jai Jai Geetam. ജയ ഗീതം പാടുവിൻ സോദരനേ, ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരനേ. നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനായി ജയഗീതം പാടിടുവിൻ. നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനായി ജയഗീതം പാടിടുവിൻ.
ഉലകമഹാന്മാരകിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. ഉലകമഹാന്മാരകിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. നമ്മൾ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. നമ്മൾ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരനേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരനേ. നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനായി ജയഗീതം പാടിടുവിൻ. നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനായി ജയഗീതം പാടിടുവിൻ. It was a beautiful afternoon evening in New York, Long Island. Louisa Sned, along with her husband and 4-year-old daughter Lily, had gone to the beach to enjoy some beautiful time in the sun, in the cool breeze of the beach, and enjoy some family time. Suddenly they heard the loud cry of a child coming from the waters. Her husband, without any hesitation, jumped into the waters to save the life of this young boy. But tragically, both the boy and her husband drowned in front of Louisa Sned and her 4-year-old daughter Lily. The tragic loss of her husband and the pain of having to see her young child witness the death of her father drowning in the waters troubled her. The years that followed were very, very difficult. Having left her husband with a child to raise, she often struggled to even have food for a day. On one particular day, it was very difficult. There was no food in the pantry. There was nothing to eat. She prayed to the Lord to provide for her and her child. Later on that evening, that morning, there was a knock on the door, and there was a package that was left in the front of the door. She opened the door to find the package not only with some food, but also some money in it. To that day, she did not know who had left that package in the front of her door. Came back to her own home, was so moved by the provision and the protection and the giving of a loving God that she wrote, "It is so sweet to trust in Jesus, just to take him at his word, just to rest upon his promise, just to know, thus saith the Lord. Oh, I have proved him over and over and over again to be a God that is worthy of our trust." When she was a young child, she wanted to be a missionary, but poor health prohibited her from being a missionary unto the Lord. But after the death of her husband, a few years after that, she and her daughter went as missionaries to South Africa. There they served the Lord faithfully for many, many years. She taught this song to the natives over there in their own native language, which was translated to their own language. When she went to be with the Lord, this is what was said about her. We are going to miss her very much, but there are 5,000 people in Africa who are singing this song in their native language and renewing their trust in the Lord. Can you believe even tonight that our God is trustworthy? It is so sweet to trust in Jesus and to take him at his word. Let's sing unto the Lord and worship him. 'Tis so sweet to trust in Jesus, just to take him at his word, just to rest upon his promise, just to know, thus saith the Lord. Jesus, Jesus, how I trust him, how I prove him more and more. Jesus, Jesus, precious Jesus, oh, for grace to trust in
Jesus, how I trust Him, how I proved Him more and more. Jesus, Jesus, precious Jesus, oh, for grace to trust Him more. Oh, for grace to trust Him more. മരിച്ച് മൺമറഞ്ഞ അനേക മഹാരഥന്മാരുടെ ഗാനങ്ങൾ നമ്മളുടെ കണ്ണിനെ ഈറനണിയിക്കുന്നതാണ്. അതിൽ പലതുമാണ് നാം ഇന്ന് രാത്രിയിൽ ഇവിടെ പാടിയത്. എന്നാൽ നമ്മുടെ കാലയളവിൽ ജീവിച്ചിരിക്കുന്ന ഒരു കർത്താവിൻ്റെ ദാസൻ തൻ്റെ ജീവിത കാലയളവുകളിൽ ജീവിതഗന്ധിയായ അനേക ചെറുഗാനങ്ങൾ രചിക്കുവാൻ ദൈവം കൃപ പകർന്ന ഒരു കർത്തൃഭൃത്യൻ. തൻ്റെ ഗാനങ്ങളൊക്കെ നമ്മളുടെ മിക്കവാറും ആരാധനാ യോഗങ്ങളിലും പ്രാർത്ഥനാ യോഗങ്ങളിലും നാം പാടി ദൈവത്തെ സ്തുതിക്കാറുണ്ട്. 1980 തൻ്റെ 1.5 വയസ്സുള്ള മകൻ തിരുവല്ലയിലുള്ള മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ അഡ്മിറ്റഡായി. ഇനിയും ഒന്നും തന്നെ ചെയ്യാനില്ല, ആ കുഞ്ഞ് മരിച്ചു പോകും എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞ് ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൻ്റെ ചെറിയ വാതിലിലൂടെ മരിച്ചുകൊണ്ടിരിക്കുന്ന തൻ്റെ മകനെ കണ്ട് ഹൃദയം നൊന്ത് ഇരുന്ന ആ വേളയിൽ തൻ്റെ ഹൃദയത്തിലൂടെ ആ രാത്രിയിൽ ഒരു ഗാനശകലം കർത്താവ് കൊടുത്തു. മനോവേദന പല ശോധന മമ ജീവിത പാതയതിൽ മാറാതേറിടുമ്പോൾ ആത്മനാഥനവൻ മാർബിൽ ചാരി ഞാൻ ആശ്വസിക്കും. ആ രാത്രി അങ്ങനെ മനോവേദനയോടെ ആ ശോധനകളുടെ നടുവിൽ താൻ കടന്നുപോയി. എന്നാൽ പ്രഭാതം പൊട്ടിവിടർന്നു. ഡോക്ടർമാർ കൊടുത്ത റിപ്പോർട്ട് വേറെയായിരുന്നു. ഡോക്ടർമാർ വന്നിട്ട് പറഞ്ഞു, കുഞ്ഞിന് നല്ല ആശ്വാസമുണ്ട്, താൻ ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണ്. താൻ അപ്പോൾ വീണ്ടും തൻ്റെ ഹൃദയത്തിൽ ദൈവം കൊടുത്ത വരികൾ താൻ എഴുതി. എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ, എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ്റെ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. This great God is more than enough for me. He cares for me. He takes care of my needs. And He is an everlasting and ever-present help in the times of my trouble. I'll trust in the grace of God and I will submit to His will and His will alone. I'll always know His ways. I'll always follow His footsteps. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു. കൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് മനോവേദന പല ശോധന മമ ജീവിത പാതയതിൽ, മനോവേദന പല ശോധന മമ ജീവിത പാതയതിൽ മാറാതേറിടുമ്പോൾ ആത്മനാഥനവൻ മാറിൽ ചാരി ഞാൻ ആശ്വസിക്കും. മാറാതേറിടുമ്പോൾ ആത്മനാഥനവൻ മാറിൽ ചാരി ഞാൻ ആശ്വസിക്കും. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ്
അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്. We've come to the last personal program. We apologize. I know we have gone a little bit over on time. I'll keep it very short. The last one we have is Fanny Crosby, very familiar to all of us. When she was just 6 weeks old, she had an eye inflammation. But the doctor who treated her was not a real doctor. Actually ended up putting hot mustard in her eyes to heal her eye inflammation, which blinded her for the rest of her life. But she would later on say that that was a blessing from the Lord, because it made her to concentrate on the Lord and Lord alone, because she was blinded in her eyes. She would go on to write, with some estimate as high as 9,000 hymns for the glory of our Lord. And we sing many of them even today. Probably the most famous one is the one, Blessed Assurance, which is one of the last hymns that she wrote while living on the face of the earth. She wrote this hymn while visiting one of her friends by the name of Phoebe Knapp, who was a wealthy believer, was visiting her home, and she played a tune that she had just composed. And she said, "Fanny, what does this sound like?" And then she looked over again and saw Fanny kneeling down in prayer and said, "This sounds like Blessed Assurance, Jesus is mine." If you were to visit her grave today, you will see on her tombstone this song etched on there. Blessed Assurance, Jesus is mine. And I love also the writing behind the tombstone, a smaller one that says, "And Fanny, she hath done what she could." At the end of the day, that's all that God is asking us to do. Do what you are able to do and be faithful. If a blind woman could write 9,000 hymns, ask, what is it that God wants me to do? Do what He wants you to do. And if this is written on the epitaph of our lives, that we did what we could do, then our life on earth has been a success. But the greatest blessing in our life is that Jesus is ours. And that is our greatest hope and greatest faith in our life today. Blessed assurance, Jesus is mine. Oh, what a foretaste of glory divine, heir of salvation, purchase of God, born of His Spirit, washed in His blood. This is my story, this is my song, praising my Savior all the day long. This is my story, this is my song, praising my Savior all the day long. Perfect submission, all this I rest. I and my Savior am happy and blessed, watching and waiting, looking above, filled with His goodness, lost in His love. This is my story, this is my song, praising my Savior all the day long. This is my story, this is my song,